മാസത്തോളം യുദ്ധം ചെയ്തിട്ടും ഇറാനെ തോൽപ്പിക്കാനാകാത്തതിൽ ഖിന്നനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഉപരോധം, ആക്രമണം, ഹോർമൂസിനു ചുറ്റും നാവിക ഉപരോധം. ശ്രമിക്കാത്തത് ഒന്നുമില്ല. ഇനി ഒരു പടി കൂടി കടന്നുള്ള നടപടിക്കാണ് അമേരിക്ക ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ഏറ്റവും ശക്തമായ ഉപരോധം അല്ലെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉപരോധം എന്നൊക്കെ അമേരിക്ക പറയുന്ന തരത്തിലുള്ള ഉപരോധ നടപടികളാണ് അമേരിക്കയുടെ മനസ്സിൽ. പക്ഷേ ഇത്തവണ ഒറ്റയ്ക്ക് കാര്യക്ഷമമായി ഉപരോധം ഏർപ്പെടുത്താൻ കഴിയില്ല എന്ന ബോധം അമേരിക്കയ്ക്കുണ്ടായി. കൂട്ടിന് വിളിച്ചതോ ഇറാന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ചൈനയെ. ഇറാനെ സാമ്പത്തികമായി പൂർണ്ണമായും തകർക്കുകയാണ് ലക്ഷ്യം. ഇറാന്റെ കരുത്താകട്ടെ ചൈനയും റഷ്യയുമാണ്. ഇറാനെതിരായ പുതിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ അമേരിക്ക ഒരുങ്ങുമ്പോൾ ഇറാൻ പ്രതീക്ഷിക്കുന്ന കരങ്ങൾ പ്രധാനമായും ചൈനയുടേതാണ്. സാമ്പത്തിക ഉപരോധം ഇറാന് മേലുള്ള ഇരട്ട പ്രഹരമായിരിക്കുമെന്ന് US പ്രതിനിധി സ്കോട്ട് ബെസന്റ് അവകാശപ്പെടുന്നുമുണ്ട്. വൻതോതിലുള്ള സൈനിക നടപടിക്ക് കഴിയാത്തത് സാമ്പത്തിക ഉപരോധത്തിലൂടെ നേടിയെടുക്കാം എന്ന് അമേരിക്ക കണക്കുകൂട്ടുന്നു. സമ്മർദ്ദം ചെലുത്തി ഇറാൻ ഭരണകൂടത്തെ തകർക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഇറാന്റെ പ്രധാന വരുമാന മാർഗങ്ങളായ എണ്ണ വിൽപ്പന ശൃംഖലകൾ, സാമ്പത്തിക ഇടപാടുകൾ, കറൻസി എക്സ്ചേഞ്ചുകൾ, കപ്പൽ രജിസ്ട്രികൾ, ഇടനിലക്കാരായ കമ്പനികൾ എന്നിവയെ പ്രധാനമായും ലക്ഷ്യമിടുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു രാജ്യത്തിനെതിരെ ഏർപ്പെടുത്തുന്ന ഏറ്റവും കടുത്ത സാമ്പത്തിക നീക്കമായിരിക്കും ഇതെന്നും ഇറാനുമായി സഹകരിക്കുന്ന മറ്റു രാജ്യങ്ങൾ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനിൽ നിന്ന് കടൽ വഴിയുള്ള എണ്ണ കയറ്റുമതിയുടെ 80% വാങ്ങുന്നത് ചൈനയാണ്. അതിനാലാണ് ഇറാനെതിരായ ഉപരോധം വിജയകരമാക്കാൻ ചൈനയുടെ സഹായം അമേരിക്ക തേടുന്നത്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ നിർണായക പാതയായ ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ചൈന അമേരിക്കയോടൊപ്പം നിൽക്കണമെന്ന് ബെസന്റ് ആവശ്യപ്പെട്ടിരുന്നു. ചൈന തങ്ങളുടെ ഊർജ്ജ ആവശ്യത്തിന്റെ 50% ഗൾഫ് മേഖലയിൽ നിന്നാണ് കണ്ടെത്തുന്നത് എന്ന കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇറാനെ ഒഴിവാക്കിയാലും ചൈനയ്ക്ക് ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിക്കാം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഗൾഫിൽ നിന്നുള്ള എണ്ണവാതക നീക്കം തടയുന്നത് ഇറാനാണ്. അതുകൊണ്ട് ഇറാനെ സഹായിക്കരുത്. എന്നാൽ അമേരിക്കയുടെ ഈ നിലപാടിനെ ചൈന പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കില്ല എന്നാണ് ചൈനയുടെ നിലപാട്. രാഷ്ട്രീയ നയതന്ത്ര ചർച്ചകളിലൂടെ മാത്രമേ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താനാകൂവെന്നും ചൈനീസ് വക്താവ് വ്യക്തമാക്കുന്നു. വർഷങ്ങളായി അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഉപരോധം നേരിടുന്ന ഇറാന്റെ ജീവനാഡി തന്നെ ചൈനയാണ്. ഉപരോധങ്ങളെ അവഗണിച്ച് ഇറാനിൽ നിന്ന് വലിയ അളവിൽ എണ്ണ വാങ്ങിയിരുന്നത് ചൈനയാണ്. യുദ്ധം തുടങ്ങിയതോടെ ഇറാന്റെ എണ്ണ വിൽപ്പന കുറഞ്ഞു. എങ്കിലും ഷാഡോ ഫ്ലീറ്റ് നീക്കങ്ങൾ, അതായത് മറ്റു രാജ്യങ്ങളുടെ പതാക ഉപയോഗിച്ച് കപ്പലുകൾ എണ്ണയുമായി നീങ്ങുന്നത് തുടരുകയാണ്. ചൈനയിലെ വ്യവസായ ആവശ്യങ്ങൾക്കായാണ് ഇറാനിലെ എണ്ണ ഉപയോഗിക്കുന്നത്. മറ്റാരും വാങ്ങാത്തതുകൊണ്ട് വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇറാൻ ചൈനയ്ക്ക് എണ്ണ വിൽക്കുന്നു. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ആഗോളതലത്തിൽ വില കുറവാണ്. ഇറാനിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന എണ്ണ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന വിലക്കിഴിവിനും കാരണമാകുന്നതായി സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. അതിനിടെ അമേരിക്കയുടെ പുതിയ സാമ്പത്തിക നീക്കങ്ങളെ ഇറാൻ ശക്തമായി എതിർക്കുകയാണ്. അമേരിക്കയിലെ വർദ്ധിച്ചുവരുന്ന ആഭ്യന്തര കടത്തിൽ നിന്നും പലിശ നിരക്കുകളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനാണ് ട്രംപ് ഈ കടുത്ത സാമ്പത്തിക ഉപരോധ പ്രഖ്യാപനം നടത്തുന്നത് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ആരോപിക്കുന്നു. ഉപരോധങ്ങൾ വർദ്ധിപ്പിക്കുന്നത് പരാജയത്തിലും ഇറാൻ ജനതയുടെ കടുത്ത ശത്രുതയിലുമാണ് കലാശിക്കുക. ഇത് അമേരിക്കയ്ക്ക് കൂടുതൽ തിരിച്ചടികൾ മാത്രമേ നൽകൂ. ഇത്തരം സാമ്പത്തിക ഭീകരത ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും രാജ്യങ്ങളുടെ പരമാധികാരത്തിനും ഭീഷണിയാണ് എന്നും അരാഗ്ചി വ്യക്തമാക്കുന്നു. ഇറാന് മേൽ പുതിയ സാമ്പത്തിക ഉപരോധം വരുമ്പോൾ നയതന്ത്ര വിദഗ്ധരും മറ്റും ഉയർത്തുന്ന ചോദ്യമുണ്ട്. ഇത്രയും കാലം ഉപരോധം നേരിട്ട് ആരുടെയും മുന്നിൽ അടിയറവ് പറയാത്ത ഇറാനെ പുതിയ ഉപരോധം എത്രത്തോളം പ്രതിരോധത്തിലാക്കുമെന്ന്. ആഭ്യന്തര വിപണി ശക്തമായി നിർത്തിയാൽ അത് നടക്കില്ല. ഉദാഹരണമായി പല അന്താരാഷ്ട്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയാണ്. 1998 പൊക്രാൻ സ്ഫോടനം അഥവാ ഇന്ത്യയുടെ ആണവ പരീക്ഷണം നടന്നപ്പോൾ അമേരിക്ക ഇന്ത്യക്കെതിരെ സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ആണവ നിർവ്യാപനം ഉദ്ദേശിച്ചുള്ള NPT, CTBT കരാറുകളിൽ ഒപ്പിടാതെയാണ് ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയത്. അമേരിക്കൻ ഉപരോധം ഇന്ത്യയെ ബാധിച്ചില്ല. ആഭ്യന്തര വിപണി ശക്തമാക്കി. വിദേശത്തു നിന്നുള്ള വസ്തുക്കൾ ഇല്ലാതെയും പിടിച്ചു നിൽക്കാനാകുമെന്ന് ഇന്ത്യ ലോകത്തിന് കാട്ടിക്കൊടുത്തു. അതുമാത്രമല്ല, കടുത്ത ഉപരോധം നേരിട്ട സമയങ്ങളിലൊക്കെ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ശക്തമായിരുന്നു താനും.
2008 കാലത്ത് ലോക സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോഴും ഇന്ത്യ പിടിച്ചു നിന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ GDP വളർച്ചാ നിരക്കാണ് ഇന്ത്യ രേഖപ്പെടുത്തിയത്. അന്നും ഇറക്കുമതി കയറ്റുമതി മേഖലയെ ആശ്രയിക്കാതെ ഇന്ത്യ ശക്തമായി നിലകൊണ്ടു. അതിന് സമാനമാണ് ഇറാന്റെ തന്ത്രം. ഇന്ത്യയുടേതുപോലുള്ള ഒരു സ്വയം പര്യാപ്തത ഇല്ലെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന രീതിയിൽ ഇറാൻ കാര്യങ്ങൾ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. ആഭ്യന്തര വിപണന വിതരണ സംവിധാനം കൃത്യമായി നടന്നാൽ ഇറാൻ തകരില്ല. പണപ്പെരുപ്പ നിരക്ക് വളരെ കൂടുതലാണ്. പക്ഷേ അതൊന്നും ഇറാനെ തകർക്കാൻ പോകുന്നതല്ല എന്ന് ലോകം കണ്ടതാണ്. ഒരുപക്ഷെ ഇറാനിൽ ഒരു വിപ്ലവം ഉണ്ടാകാം. ഭരണകൂടം അത് അടിച്ചൊതുക്കും. മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധം പൂർണ്ണമായി അറ്റുപോയാൽ ഇറാൻ പ്രതിസന്ധിയിലാകുമെന്ന് കരുതാനാകില്ല. ചുരുക്കം ചില രാജ്യങ്ങളുമായി സഹകരിച്ച് മുന്നോട്ടു പോകുന്ന ഇറാന് വലിയ വ്യത്യാസമുണ്ടാക്കില്ല ഉപരോധം. അമേരിക്കയുടെ തിട്ടൂരങ്ങളെ ലംഘിച്ച്, അമേരിക്കയുടെ സമ്മർദ്ദങ്ങളെ ലംഘിച്ചുകൊണ്ട് ഇറാൻ മുന്നോട്ടു പോകും. അമേരിക്കയുമായി പൊരുതി നിൽക്കും. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, പക്ഷേ തകരില്ല. ഇറാനെ അമേരിക്കയ്ക്ക് ശരിക്കറിയില്ല എന്ന് തോന്നിപ്പോകുന്നുണ്ട്. ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് വലിയ പരിഗണന കൊടുക്കാത്ത ഭരണകൂടമാണ് ഇറാനിൽ ഉള്ളത് എന്നും അമേരിക്ക മറക്കുന്നു. കഴിഞ്ഞ ഡിസംബറിൽ നടന്ന ജനകീയ പ്രക്ഷോഭത്തെ എത്തരത്തിലാണ് അടിച്ചൊതുക്കിയത് എന്ന് അമേരിക്കയും കണ്ടതാണ്. ഉപരോധം കൊണ്ട് അതേ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനേ ഉപകരിക്കൂ, അല്ലാതെ ഭരണതലപ്പത്തുള്ളവരെ ബുദ്ധിമുട്ടിക്കാനാകില്ല. അമേരിക്കയിലെ ഭരണവ്യവസ്ഥ അല്ല ഇറാനിൽ എന്ന് US ഉദ്യോഗസ്ഥർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് കരുതേണ്ടി വരും. ഇറാന് ഹോർമൂസിന്റെ മേലുള്ള നിയന്ത്രണം കുറയുന്നു എന്ന വാർത്തകളും ഇതിനിടയിൽ പുറത്തു വരുന്നുണ്ട്. ഇറാൻ നിർദ്ദേശിച്ച പാതയിലൂടെ അല്ലാതെ കടന്നുപോകുന്ന കപ്പലുകളെ ആക്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിൽ 13 ദിവസം യുദ്ധം ചെയ്തപ്പോൾ അമേരിക്ക തകർത്തത് ഹോർമൂസിലെ കപ്പൽ നീക്കങ്ങൾ നിരീക്ഷിക്കുന്ന റഡാറുകളെ ആയിരുന്നു. റഡാറുകൾക്കൊപ്പം ഗൺബോട്ടുകൾ, മറ്റ് നിരീക്ഷണ കേന്ദ്രങ്ങൾ എന്നിവയും തകർത്തു. ഹോർമൂസിന് സമീപമുള്ള ഖഷം, ഗാർഗ് ദ്വീപുകളിലെ നാവിക സംവിധാനങ്ങളെ തകർത്തത് ഹോർമൂസിലെ ഇറാന്റെ പിടി അയക്കാൻ ഉദ്ദേശിച്ചു തന്നെയായിരുന്നു. അത് ഫലം കണ്ടു എന്നതാണ് ഇപ്പോഴത്തെ കപ്പൽ നീക്കങ്ങൾ കാട്ടുന്നത്. അതുകൊണ്ട് ഇറാനെ യുദ്ധതന്ത്രങ്ങൾ മാറ്റിപ്പിടിക്കേണ്ടി വന്നേക്കാം. അപ്പോഴും മറ്റൊരു മേഖലയായ ബാബൽ മന്ദേബിൽ കപ്പലുകളെ ആക്രമിക്കാൻ ഇറാന് പരോക്ഷമായി കഴിയും. യുദ്ധം യൂറോപ്പിലേക്ക് കൂടി വ്യാപിക്കണമെന്ന് ചിന്തിച്ചാൽ സൂയസ് കനാലിലേക്കുള്ള വഴിയായ ബാബൽ മന്ദേബിൽ ഹൂതി വിമതരെ കൊണ്ട് കപ്പലുകളെ ആക്രമിപ്പിക്കാം. അമേരിക്കയുടെ സഖ്യകക്ഷിയായ സൗദിയുമായി സ്വന്തം യുദ്ധം നടത്തുകയാണ് ഹൂതികൾ. ഇപ്പോൾ സൗദി കപ്പലുകളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ് അവർ. ഹൂതി ഭീഷണിയെ നേരിടാനാണ് സൗദി പാകിസ്ഥാനും തുർക്കിയുമായും കരാറിൽ ഏർപ്പെട്ടത്. പക്ഷേ ഭീഷണിപ്പെടുത്തലിനപ്പുറം ഹൂതികൾക്കെതിരെ പാകിസ്ഥാനോ തുർക്കിയോ ഒന്നും ചെയ്തിട്ടില്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം രാജ്യാതിർത്തി പങ്കിടുന്ന ഇറാനും പണത്തിന്റെ സ്രോതസ്സായ സൗദിയും ഒരുപോലെ പ്രധാനമാണ്. ഹൂതികളെ ആക്രമിച്ചാൽ ഇറാൻ ശത്രുപക്ഷത്താകും എന്ന ഭീതിയുണ്ട് പാകിസ്ഥാന്. ഇത് ഇറാനും അറിയാം. അതുകൊണ്ട് മറ്റൊരു ശക്തി ബാബൽ മന്ദേബിൽ ഇടപെടില്ല എന്നുറപ്പിക്കുന്നു ഇറാൻ. ഇറാൻ ആവശ്യപ്പെട്ടാൽ ആ വഴി കടന്നുപോകുന്ന യൂറോപ്യൻ കപ്പലുകളെയും ഹൂതികൾ ആക്രമിക്കും. അതുണ്ടായാൽ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ഘടിപ്പിക്കും. അതല്ലെങ്കിൽ തങ്ങളുടെ കപ്പലുകളുടെ സുരക്ഷയ്ക്കായി ഇറാനുമായി ധാരണയിലെത്തും. ഇതാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. അതായത് രണ്ടായാലും സമ്മർദ്ദം അമേരിക്കയ്ക്ക് മേലാകും. ഉപരോധം പിൻവലിക്കാൻ അമേരിക്ക നിർബന്ധിതരാകും എന്നും ഇറാൻ കരുതുന്നു. ഇറാന് മുന്നിലുള്ള മറ്റൊരു മാർഗം മറ്റ് ഗൾഫ് രാജ്യങ്ങളെ കൂടുതലായി ആക്രമിച്ച് അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ഉണ്ടാക്കാം എന്നതാണ്. ഉപയോഗിച്ച് തീരുന്ന മിസൈലുകൾക്ക് പകരം വീണ്ടും അവ എത്തിക്കാൻ വളരെ പെട്ടെന്ന് ഇറാന് സാധിക്കുന്നു. സാങ്കേതിക സഹായം രഹസ്യമായിട്ടാണ് എങ്കിലും റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും കിട്ടുന്നു. കാസ്പിയൻ കടൽ വഴി റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ എത്തിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾക്കോ അമേരിക്കയ്ക്കോ എത്തിപ്പെടാൻ കഴിയാത്ത കാസ്പിയൻ കടലാണ് ഇറാന് റഷ്യയുമായി ബന്ധം തുടരാൻ സഹായകമാകുന്നത്.